ഗൈസ് വെൽക്കം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടൈക്കനാലാണ്. ഇതിന് മുന്നേ രാവിലെ വീഡിയോ ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും തന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ട് നിൽക്കാൻ പോകുന്നത്. കറക്റ്റ് ലൊക്കേഷൻ പറയാൻ അറിയില്ല, കറക്റ്റ് ലൊക്കേഷൻ എവിടെ ചോദിച്ചാറില്ല. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നോക്കാം. ഇന്നിവിടെ നല്ല ക്ലൈമറ്റ്, സൂപ്പറല്ലേ, വൈബാണ്. നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാത്രി ആകുമ്പോൾ ചുമ്മാ വെറുതെ ഇറങ്ങി കേട്ടോ. നല്ല ക്ലൗഡ് ഉണ്ടായിരുന്നു വൈകുന്നേരം. ഇപ്പോൾ വലിയ സീനില്ല. റൂമ് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ ക്യാമറമാൻ റിഫാനാട്ടോ. എന്തെങ്കിലും കടികൾ, ചായ, ഇവിടെ ഒന്നും കിട്ടൂല. കാരണം ഇവിടുന്ന് കുറെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കട തന്നെ ഉള്ളൂ. അയാൾ പറഞ്ഞ് കുറെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചായ കുടിച്ചിട്ട് വരും. ഇപ്പൊ എത്ര സമയം? സമയം കറക്റ്റ് 7:30 അല്ലേ? ഒരു 2 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു തരാം. ഓക്കെ. ഗൂഗിള് നമ്മുടെ എൻ്റെ അവിടുത്തെ ചെനക്കത്തൂർ പൂർത്തിലെ മെയിൻ ആണ് ഗൂഗിള്. എൻ്റെ നാട്ടിലെ പൂർത്തിലെ മെയിൻ അല്ലേ? ആളിപ്പോൾ ചാലിശ്ശേരി, അവള് ചാലിശ്ശേരി പൂരം, ചാലിശ്ശേരി പൂരത്തിന് ചാലിശ്ശേരി പൂരത്തിന് ഏതൊക്കെ ആനകൾ വരും, ഏതൊക്കെ ടീം വരും, എത്ര ആനകൾ വരും, ഏതൊക്കെ ബാൻഡ് വരും, ഏതൊക്കെ ആനകൾ വരും, ഏതൊക്കെ ചെണ്ടകൾ വരും, അങ്ങനെയെല്ലാം. ഇതെന്താ പള്ളിയിലെ മുക്രിയവൻ തണുപ്പുണ്ട്. ചായ കുടിച്ചിട്ട് വരാം. ഒരു 5 കിലോമീറ്റർ പോകണമെന്നുള്ളൂ, കുഴപ്പമില്ല. ഷൂട്ട് ചെയ്യാൻ പോയില്ല, പോയപ്പോ എല്ലാരും വീഡിയോ എടുത്തു. അതിൽ ഇവന്റെ എടുത്തു, എന്റെ അടുത്ത് ഇപ്പൊ എല്ലായിടത്തും തോൽക്കുന്ന മാത്രമേ എടുത്തു. അയാളെ കളിയാക്കലോണ്ട് ഫുള്ള് കളിയാക്കല്. ഇവന് ശരിയല്ല, ഇവർക്ക് പറയാറില്ല, ഇവന് വെറുതെ അയാൾ ഭയങ്കര. അങ്ങനെ ഇവൻ വെച്ചു, ഇവൻ റിവെഞ്ച് എടുത്തു. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റും. അവിടെ നമ്മളെ നാളെ കൂടി പോയി വിടും. നാളെ ഞാനിപ്പോ ഒന്നുകൂടി പോയിട്ട് ആ ബലൂൺ തന്നെ വെക്കും. അത് നമ്മള് പക്ഷെ ചെങ്ങായി കാണരുതെന്നാ പറഞ്ഞു, അന്നെ കാണരുതെന്നാ പറഞ്ഞവിടെ. ഇപ്പൊ സമയം എത്രയാടാ? 7:45. ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. മറ്റേ നാളെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടി വിസിറ്റ് ചെയ്യാണ്ട്. അതിനുശേഷം നമ്മൾ നാളെ ലേക്ക് പോവും. അതിനുശേഷം നമ്മൾ നൈറ്റ് വീട്ടിൽ പോവും. നാളെ എവിടേക്ക് പോണു? കരണ്ടും പോയി. നാളെ ലേക്ക് പിന്നെ ഏതാ? റിഫാൻ നല്ല തണുപ്പാണ്. തണുപ്പിങ്ങനെ വിറച്ചിങ്ങനെ ഇപ്പൊ വരിക. എന്താ പ്രശ്നം വെച്ചാല് നമുക്ക് രാവിലെയും ഉച്ചക്കും, അതായത് രാവിലെ ഉച്ചക്കും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പൊ ഗുണാക്കേവ് പോയിട്ട് പൊന്നോ മഴ പെയ്തിട്ട് അത് നിക്കണില്ല. അങ്ങനെ ഇട്ട ഡ്രസ്സ് നനഞ്ഞു, ഷൂ ഇട്ടുന്നത് നനഞ്ഞു, നേരം പോലെ സ്ഥലം കാണാൻ പറ്റിയില്ല. ആകെ നനഞ്ഞു പറ്റിയില്ല. ഹലോ, എന്തൊക്കെ ഡ്രസ്സുകളെ എങ്ങനെയുണ്ട് നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പ്? നല്ല മൂട. അപ്പോ അതാണ്, മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ വൈകുന്നേരമൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചപ്പോ എന്റെ ഫോണില് ചാർജ് കഴിഞ്ഞു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഗുണാക്കൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷെ ഗുണാക്ക് നമ്മൾ കയറിയ ടൈം ഭയങ്കര മഴ കാരണം ചടച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ കയറിയിട്ട് ഡ്രസ്സ് ഇട്ട് നനഞ്ഞിട്ടും
ആകെ ഒരുമാതിരി അതിലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോവാൻ. ഗൈസ് ഡേ 2 മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ആക്കി വെക്കിയിരുന്നു കേട്ടോ. ഇവിടെ ചോക്ലേറ്റ് ആയിട്ട് ഒരാൾ വന്നിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങി 2 പെട്ടി. ഇതിന് എന്താ ഇത് 2 നെറ്റ്സുള്ള ചോക്ലേറ്റ് 150 റുപ്യ. പിന്നെ പിന്നെ അത് ഈ സാധനം എന്താ അനിയനിക്ക് വേണം പറഞ്ഞത്, അങ്ങനെ മേടിച്ചാട്ടോ. സോ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നല്ല തണുത്തിട്ട് വിറക്കണം, അതാണ് സൗണ്ട് ഇങ്ങനെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് സ്ഥലം കൂടി, നല്ല സ്ഥലം കൂടിയും കൊടൈക്കനാലിൽ വിസിറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഇറങ്ങല്ലേ. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ, ഇതാണ് ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇവിടെ ഈ 2 തൈലായിട്ട് നേര് കയറിയതിന് ഇവിടെ മൊത്തം 3 റൂമുകൾ ഇത് കണ്ടില്ലേ. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ പുറത്തൊരു ആൾ വന്നിരുന്നു കടയിൽ, ഈ ഒരു കടയിട്ട് വെച്ചേ ഒരു വണ്ടിയായിട്ട് കുറേ സാധനങ്ങളായിട്ട് അവിടെ പോയിട്ട് നോക്കണ്ടല്ലേ, നമുക്ക് അവിടെ പോവാം.